رحمن يا رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن رحمن يا رحمن. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, വേദിയിൽ സന്നിഹിതനായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈ മഹനീയമായ മജ്‌ലിസിൽ എത്തിച്ചേരുവാനും ഈ പരിപാടി ശ്രവിക്കുവാനും അല്ലാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഈ ഒരു കർമ്മം അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ കർമ്മമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖുർആൻ സമ്മേളനത്തിന്റെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുന്ന നാം ഈ അവസരത്തിൽ അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം വിസ്മയിപ്പിക്കുന്ന ഖുർആൻ എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ്. നമുക്കറിയാം സഹോദരങ്ങളെ, മാനവരാശിക്ക് മുൻപിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. പ്രാചീനവും ആധുനികവുമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ.
വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഇതൊക്കെ മനുഷ്യർ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. കഥകളുണ്ട്, കവിതകളും നോവലുകളും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും ശാസ്ത്രീയമായ കൃതികളും മത ദാർശനിക ഗ്രന്ഥങ്ങളും ഇതൊക്കെ ആധുനിക മനുഷ്യന്റെ മുമ്പിൽ വായിക്കപ്പെടുകയും മനുഷ്യർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ സത്യത്തിൽ വലിയ ഒരു അത്ഭുതമാണ്. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടോ അതല്ലെങ്കിൽ ഇത് സംഘടിപ്പിച്ച ആളുകൾ മുസ്ലിമീങ്ങളായതുകൊണ്ടോ മാത്രം പറയുന്ന ഒരു കാര്യമല്ല അത്. മറിച്ച് ഒരു വേള ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വരെ അംഗീകരിക്കേണ്ടി വന്ന ഒരു പരമയാഥാർത്ഥ്യമാണത്. അത്ഭുതകരമാണ് ഖുർആൻ. ആരെയും വശീകരിക്കുന്ന ശൈലിയാണ് വിശുദ്ധ ഖുർആനിന്റെ ശൈലി. മാസ്മരികമായ അതിന്റെ പദപ്രയോഗങ്ങൾ, അതിന്റെ ആശയ ഗാംഭീര്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാകാതെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അത്ഭുതം എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ വിസ്മയം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സാധാരണ നമ്മൾ ഒരു കാര്യത്തിന് അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്നത് എപ്പോഴാണ്? മനുഷ്യർക്ക് അസാധ്യമായ, ഒരു നിലക്കും മനുഷ്യർക്ക് ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു കാര്യം, ഒരു സംഭവം കാണുമ്പോൾ നമ്മൾ അതിനെ അത്ഭുതം എന്ന് പറയാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. വളരെ വിദഗ്ധനായ ഒരു ഡോക്ടർ ആ മനുഷ്യന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ മരണപ്പെട്ട വ്യക്തി ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ആ സംഭവത്തെ നമ്മൾ അത്ഭുതം എന്ന് പറയും. ഇനി നോക്കൂ നിങ്ങൾ, അതിന്റെ അസാധ്യത വർദ്ധിക്കും തോറും അതിന്റെ അത്ഭുതത്തിന്റെ അളവും കൂടിക്കൂടി വരികയാവും. ആ മരണപ്പെട്ട വ്യക്തി ഏതാനും ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ബോഡി ഒരു മോർച്ചറിയിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് വീണ്ടും ജീവൻ നൽകപ്പെടുകയും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത് എങ്കിൽ ആദ്യം നടന്ന സംഭവത്തെക്കാൾ നമ്മൾ ഒന്നുകൂടെ അതിനെ വിശേഷിപ്പിക്കും അതൊരു വലിയ സംഭവമാണെന്ന്, അതല്ലെങ്കിൽ അതൊരു വലിയ അത്ഭുതമാണെന്ന് നമ്മൾ പറയും. പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ മനുഷ്യൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതെങ്കിൽ ആ സംഭവത്തെ നമ്മൾ മഹത്തായ ഒരു അത്ഭുതം എന്ന് വിശേഷിപ്പിക്കും. എന്തിനാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്? ഏതൊരു സംഭവമാകട്ടെ, അതല്ലെങ്കിൽ ഏതൊരു കൃത്യമാകട്ടെ, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത അസാധ്യമായ ഒരു കാര്യം, അതിന്റെ അസാധ്യത എത്രത്തോളം വർദ്ധിക്കുന്നുവോ ആ അത്ഭുതത്തിന്റെ, ആ വിസ്മയത്തിന്റെ അളവും കൂടി വരും എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് മുമ്പാകെ അവതരിപ്പിച്ച ഈ ഗ്രന്ഥം അവകാശപ്പെടുന്നു, വിശുദ്ധ ഖുർആനിന്റെ അവകാശവാദം ഖുർആൻ ദൈവികമാണ് എന്നതാണ്. ഒന്നല്ല, പല സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് ഈ ലോകത്തിന്റെ സഖാവായ റബ്ബിങ്കിൽ നിന്ന് മാത്രമാണ് എന്ന്. വേദഗ്രന്ഥങ്ങളുടെ ചരിത്രത്തിൽ ഇത് അത്ഭുതകരമാണ്. നിങ്ങൾ നോക്കൂ, ഖുർആൻ അല്ലാത്ത ഒട്ടേറെ വേദഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം സ്വയം
അത് ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നില്ല. മറിച്ച് അതിന്റെ അനുയായികൾ ആ വേദഗ്രന്ഥത്തിൽ ദൈവികത ആരോപിക്കുകയാണ് ചെയ്യുന്നത്, സ്വയം അവകാശപ്പെടുന്നില്ല. ബൈബിൾ നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചു നോക്കാം. ഇതര വേദഗ്രന്ഥങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് എടുത്തു പരിശോധിച്ചു നോക്കാം. അതൊന്നും ദൈവികമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയോ അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 32-ാം അധ്യായമാണ് സൂറത്തു സജദ. ആ സൂറത്തു സജദയിലെ അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. തൻസീലുൽ കിതാബ്, ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ലാ റൈബ ഫീഹി, സംശയം വേണ്ട. ആരിൽ നിന്നാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? മിർ റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമത്രേ അത്, അതിൽ സംശയം വേണ്ട. ഖുർആനിന്റെ പ്രഖ്യാപനമാണിത്. സഹോദരങ്ങളെ, ഈ അവകാശവാദം സത്യമാണോ എന്ന് തെളിയിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. അത് സത്യമാണോ എന്ന് തെളിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ തന്നെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 88-ാമത്തെ വചനം ഖുർആനിന്റെ വെല്ലുവിളിയാണ്. ഖുൽ ഇൻജതമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിത്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിത്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ. ഖുൽ നബിയെ, അങ്ങ് പറയണം, ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, ജിന്നുകളും മനുഷ്യരും ഒന്നിച്ചാൽ പോലും, ജിന്ന് വർഗവും മനുഷ്യവർഗവും സംഗമിച്ചാൽ പോലും, എന്തിനു വേണ്ടി? അലാ അൻ യഅ്തു ബിമിത്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി അവർ പരസ്പരം സഹകരിച്ച് അവർ ഒത്തുചേർന്നാൽ പോലും ലാ യഅ്തൂന ബിമിത്ലിഹി, ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ, അവർ ആ വിഷയത്തിൽ പരസ്പരം സഹായിച്ചാൽ പോലും അവർക്കതിന് സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി. എപ്പോഴാണ് ഈ വെല്ലുവിളി നടത്തിയത്? എപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഈ വെല്ലുവിളി ആരംഭിച്ചത്? അതല്ലെങ്കിൽ അത് ആ വെല്ലുവിളി ആരോടാണ് നടത്തിയത്? പരിശോധിക്കേണ്ടതുണ്ട്. സാഹിത്യത്തിന്റെ, എല്ലാ നിലക്കുള്ള സാഹിത്യത്തിന്റെയും തറവാട്ടിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിക്കുന്നത്. നിമിഷങ്ങൾ കൊണ്ട് കവിത ആലപിക്കാൻ കഴിയുന്ന, അത്ഭുതകരമായ നിലക്കുള്ള പദപ്രയോഗങ്ങളിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സാഹിത്യത്തിന്റെയും അതേപോലെ തന്നെ ഫസാഹത്തിന്റെയും ബലാഗത്തിന്റെയും ഒക്കെ അറബി സാഹിത്യ രംഗത്ത് ഉത്തുംഗതിയിലെത്തിയ ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് പ്രപഞ്ചനാഥൻ അവന്റെ ഈ അത്ഭുതകരമായ വേദഗ്രന്ഥത്തിന്റെ വചനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ ജനങ്ങളോടടക്കം ലോകത്തുള്ള മനുഷ്യരോട് ഒന്നിച്ചുള്ള വെല്ലുവിളിയായിരുന്നു. മനുഷ്യരെ, ഈ ഗ്രന്ഥം ദൈവികമല്ല എന്ന് നിങ്ങൾക്ക് അവകാശവാദമുണ്ടെങ്കിൽ, ഇത് മുഹമ്മദ് നബി രചിച്ചതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇത് മനുഷ്യന്റെ കരവിരുതുകൾ ഇതിലുണ്ട് എന്ന് നിങ്ങൾക്ക് അവകാശവാദമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തെളിയിക്കാൻ അവസരമുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാം? ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണോ? നിങ്ങൾക്ക് സഹായത്തിനായി മനുഷ്യവർഗത്തെ എന്ന് മാത്രമല്ല, ജിന്നുവർഗത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് സഹായത്തിനായി വിളിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയോട് നടത്തിയ വെല്ലുവിളി. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ സാഹിത്യത്തിന്റെ നേതാക്കന്മാർക്ക് അതിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഖുർആൻ അതിന്റെ വെല്ലുവിളിയുടെ ശക്തി ഒന്നുകൂടെ കുറച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ 114 അധ്യായങ്ങൾ അടങ്ങിയ ഈ ഗ്രന്ഥം പൂർണ്ണമായ നിലക്ക് കൊണ്ടുവരാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഗ്രന്ഥത്തിലുള്ളതുപോലെ ഒരു 10 അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. 10 അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ.
അതും കൊണ്ടുവരാൻ അവർക്ക് സാധ്യമായില്ല. ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ ആ വെല്ലുവിളിയുടെ ശക്തി കുറച്ചിട്ടെങ്കിലും അവർ ഈ വിഷയത്തിൽ അവർക്ക് മറുപടി നൽകാനാകുമോ എന്ന് പരീക്ഷിക്കുകയാണ്. അല്ലാഹ് ചോദിക്കുന്നു, ഫഅ്തൂ ബിസുവരിൻ മിസ്ലിഹി, ആ ഗ്രന്ഥത്തിലുള്ളതുപോലെ ഒരൊറ്റ അധ്യായമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഈ ജീവിച്ചിരിക്കുന്ന നാം, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം വരെ ലോകത്ത് ബുദ്ധിജീവികൾ പലരും ജീവിച്ചിരിക്കുന്നുണ്ട്, ഇന്ന് പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമായിട്ടില്ല. അതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത. അത് ദൈവികമാണെന്ന അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല, അത് തെളിയിക്കാൻ ലോകത്തെ വെല്ലുവിളിക്കുകയാണ്. ആർക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവകാശമുണ്ട്. സഹോദരങ്ങളെ, നമുക്കും ബാധ്യതയില്ലേ? നമ്മൾ ചിന്തിക്കണം, ഖുർആൻ ദൈവികമാണോ? ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ. ദൈവികമാണോ അല്ലേ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഓരോരുത്തരുടെയും ചിന്തയിലേക്ക് ഞാൻ ഇട്ടുതരുന്ന കാര്യമാണത്. മനസ്സിലാക്കണം, നമ്മൾ വിശുദ്ധ ഖുർആൻ ദൈവികമാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, ഒട്ടേറെ മാനദണ്ഡങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകം നമുക്കറിയാം, ശാസ്ത്രീയമായി വളരെ ഉത്തുംഗതയിലെത്തിയ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായി വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും അതേപോലെ അത്ഭുതമുളവാക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന, ശാസ്ത്രീയ രംഗത്ത് ഉന്നതമായ വൈജ്ഞാനികമായ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മാനദണ്ഡം വിശുദ്ധ ഖുർആൻ ദൈവികമാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള വലിയൊരു മാനദണ്ഡമാണ് ശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിലുള്ള, അതേപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തെ സംബന്ധിച്ച്, ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ സംബന്ധിച്ച്, മനുഷ്യൻ അവന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നേടുന്ന അറിവ്, അതുപോലെ തന്നെ മനുഷ്യൻ കണ്ടെത്തിയ ഉപകരണങ്ങൾ വഴി അവൻ സമാഹരിക്കുന്ന അറിവ്, ഈ അറിവിന്റെ മുഴുവനും സമാഹരണത്തിനാണല്ലോ, ഈ അറിവുകൾക്കാണല്ലോ ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത്. ഇത് വലിയൊരു കണ്ടുപിടുത്തം, വലിയൊരു മാധ്യമം തന്നെയാണ്, വലിയൊരു മാനദണ്ഡം തന്നെയാണ്. ഈ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചുകൊണ്ട്, മാനദണ്ഡങ്ങൾ അതല്ലെങ്കിൽ ശാസ്ത്രീയമായ വിജ്ഞാനം മാനദണ്ഡമാക്കി വിശുദ്ധ ഖുർആൻ ദൈവികമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, ഖുർആൻ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള പ്രത്യേകമായ ചില വിഷയങ്ങൾ പറയുന്ന ഒരു ഗ്രന്ഥമല്ല. എന്നാൽ ഖുർആൻ ശാസ്ത്രീയമായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചരിത്രപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം 100% കൃത്യമാണ് എന്ന് ആധുനിക ലോകത്തെ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിക്കപ്പെടുന്ന കാലഘട്ടം, അല്ലാഹുവിന്റെ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടം 6-ാം നൂറ്റാണ്ടിനെ സംബന്ധിച്ച് ചരിത്രം വായിച്ചാൽ അറിയാം. വളരെ വൈജ്ഞാനികമായി പിന്നിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന സമൂഹം ശാസ്ത്രീയ രംഗത്ത് അതിന്റെ ശൈശവ ദശ പോലും പിന്നിട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് അബദ്ധധാരണകൾ നിലനിന്നിരുന്ന, ശാസ്ത്രീയ മേഖലയിൽ തന്നെ തെറ്റായ അനുമാനങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, അതല്ലെങ്കിൽ മുഹമ്മദ് നബിയാണ് ഈ ഗ്രന്ഥം എഴുതിയുണ്ടാക്കിയതെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തെറ്റായ ധാരണകൾ വിശുദ്ധ ഖുർആനിന്റെ വരികളിൽ നിഴലിക്കുമായിരുന്നു. സ്വാഭാവികമാണല്ലോ. ഇന്നത്തേതുപോലെയുള്ള ഉപകരണങ്ങളില്ല, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളില്ല, അതേപോലെ തന്നെ ആ വിഷയത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നില്ല.
ചരിത്രം വിളിച്ചു ഇരുണ്ട കാലഘട്ടമെന്ന്. നേരത്തെ അവിടെ സൂചിപ്പിച്ചില്ലേ, ഇരുണ്ട കാലഘട്ടമെന്ന് ചരിത്രം വിളിച്ച ആ ഒരു കാലഘട്ടത്തിലല്ലേ മഹാനായ അന്തിമദൂതൻ നിയോഗിക്കപ്പെടുന്നത്. എന്നിട്ട് നോക്കൂ, ശാസ്ത്രീയമായ പല കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ മഹാപ്രപഞ്ചത്തെ സംബന്ധിച്ച്, മനുഷ്യന്റെ ശരീരത്തെ സംബന്ധിച്ച്, ഈ പ്രകൃതിയിലുള്ള പല വസ്തുക്കളെ സംബന്ധിച്ചും എല്ലാം കൃത്യമായ പരാമർശങ്ങൾ നടത്തിയിട്ട് അതിൽ ഒരു ചെറിയ അബദ്ധം പോലും, അതല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം പോലും ഖുർആനിന്റെ വചനങ്ങളിൽ കാണാൻ സാധ്യമല്ല. അതാണ് അത്ഭുതം എന്ന് പറയുന്നത്, വിസ്മയം എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 82-ാമത്തെ വചനത്തിൽ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറാ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഈ ഖുർആനിനെ സംബന്ധിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അവർ ചിന്തിക്കുന്നില്ലേ? അവർ നന്നായി ആലോചിക്കുന്നില്ലേ? അറബി ഭാഷയിൽ തദബ്ബുർ എന്ന് പറയുന്നത്, എന്തിനാണ് തദബ്ബുർ എന്ന് പറയുക? നന്നായി ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് പഠിച്ച് നല്ല നിലക്ക് മനനം ചെയ്യുന്നതിനാണ് തദബ്ബുർ എന്ന് പറയുന്നത്. ഖുർആൻ പറയാണ്, ഇത് കേവലം നിങ്ങൾ അന്ധമായി അംഗീകരിക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ സംബന്ധിച്ച് നന്നായി ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറാ. ഈ ഗ്രന്ഥമെങ്ങാനും അല്ലാഹു അല്ലാത്തവരിൽ നിന്നുള്ളതായിരുന്നെങ്കിൽ നിങ്ങൾക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നേനെ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, വേദഗ്രന്ഥങ്ങളുടെ ലോകത്തൊരു പുതുമയാണിത്. വേദഗ്രന്ഥങ്ങളുടെ ലോകത്തൊരു അത്ഭുതമാണിത്. വൈരുദ്ധ്യങ്ങളില്ലെന്ന് മാത്രമല്ല, ശാസ്ത്രീയമായ പരാമർശങ്ങൾ വളരെ കൃത്യമായ നിലക്ക് തന്നെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചു എന്നത് വലിയ അത്ഭുതകരമാണ്. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ശാസ്ത്രീയമായ വിഷയങ്ങൾ തന്നെ ഇന്ന് ലോകത്ത് നിലവിലുള്ള പല വേദഗ്രന്ഥങ്ങളും ആ വിഷയത്തിലുള്ള പരാമർശങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. ശാസ്ത്രീയമായ പഠന ഗവേഷണങ്ങളുടെ കൃത്യമായ പഠനങ്ങൾക്ക് മുമ്പിൽ പല വേദഗ്രന്ഥങ്ങളും പരാജയപ്പെടുന്നത് ഇന്നിന്റെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് ശാസ്ത്രീയ ഗ്രന്ഥമല്ലാതിരുന്നിട്ടും നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ, സൂര്യനെയും ചന്ദ്രനെയും വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ സൂര്യനെ സംബന്ധിച്ച്, ചന്ദ്രനെ സംബന്ധിച്ച് അബദ്ധമായ പല ധാരണകളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂര്യനെ സംബന്ധിച്ച് പറയുന്നു, സൂര്യൻ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ഉറവിടമാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന, കേവലം പ്രകാശം നൽകുന്ന ഒരു ഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണത്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ 71-ാം അധ്യായം സൂറത്തുൻ നൂഹിലെ 16-ാമത്തെ വചനത്തിൽ കാണാം, വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ വജഅല അശ്-ശംസ സിറാജാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ, അവൻ അവിടെ ചന്ദ്രനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. വജഅല അശ്-ശംസ സിറാജാ, സൂര്യനെ അവൻ ഒരു വിളക്ക്, പ്രകാശത്തിന്റെ സ്രോതസ്സുമാക്കിയിരിക്കുന്നു. സിറാജ് എന്ന് അറബി ഭാഷയിൽ പറയുന്നത് പ്രകാശത്തിന്റെ, അതല്ലെങ്കിൽ വിളക്ക് എന്ന് നമ്മൾ പറയുന്നു. വിളക്ക് എന്താണ്? പ്രകാശത്തിന്റെ ഉറവിടമാണല്ലോ. എന്നാൽ ചന്ദ്രനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് എന്താണ്? അത് കേവലം ഒരു പ്രകാശം മാത്രമാണ് എന്നാണ്. ഇത് കേവലം ഒരു യാദൃച്ഛികമായ പ്രയോഗമല്ല. നിങ്ങളൊന്ന് നോക്കൂ, വിശുദ്ധ ഖുർആൻ എവിടെ സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോഴും ചന്ദ്രനെ സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോഴും ഇതേ ആശയം
മറ്റു ആയത്തുകളിലൂടെ മറ്റു വചനങ്ങളിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഞാൻ ചില ഉദാഹരണങ്ങളാണ് പറയുന്നത്. നമ്മൾ ഈ ഗ്രന്ഥം ദൈവികമാണോ അല്ലേ എന്ന് പരിശോധിക്കണമല്ലോ. അതിനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലുണ്ട്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലഘട്ടത്തിലല്ലേ ശാസ്ത്രം ഇത് കണ്ടെത്തിയത് എന്ന്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതും ചന്ദ്രൻ സ്വയം പ്രകാശിക്കാത്ത ഗ്രഹവുമാണ് എന്ന് ശാസ്ത്രം കണ്ടെത്തിയത് അടുത്ത കാലഘട്ടത്തിലല്ലേ. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഈ ഒരു യാഥാർത്ഥ്യം കണ്ടെത്തിയില്ലല്ലോ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രചനയല്ല ഖുർആൻ എന്നതിലേക്കല്ലേ ഈ ആയത്തുകളൊക്കെ നമുക്ക് വെളിച്ചം നൽകുന്നത്. ചിന്തിച്ചു നോക്കൂ. സൂര്യന്റെ വിഷയം നമുക്ക് വിടാം. വിശുദ്ധ ഖുർആനിൽ പല ജീവികളെ സംബന്ധിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. പല ജീവികളെ സംബന്ധിച്ചും വിശദമായ പരാമർശങ്ങൾ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ ഒരധ്യായമാണ് 16-ാം അധ്യായം. ആ അധ്യായത്തിന്റെ പേര് തന്നെ അൻ-നഹ്ൽ എന്നാണ്. തേനീച്ച എന്ന് പേരുള്ള ഒരു അധ്യായം. നമുക്കറിയാം, തേനീച്ച ജീവിക്കുന്നത് സാമൂഹ്യമായ നിലക്ക് സമൂഹത്തോടുകൂടെ ജീവിക്കുന്ന ഒരു പ്രാണിയാണല്ലോ തേനീച്ച. തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം തേനീച്ചയുടെ കൂട്ടിൽ നടക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട്. അതെന്താണ്? ലിംഗാടിസ്ഥാനത്തിലാണ് തേനീച്ചയുടെ കൂട്ടിന്റെ അകത്ത് ജോലി വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ലിംഗാടിസ്ഥാനത്തിലാണ്. തേനീച്ചക്കൂട്ടിൽ ജോലി നിർവഹിക്കുന്നത് പെൺതേനീച്ചകളാണ്. തേൻ ശേഖരിക്കുന്നത് പെൺതേനീച്ചകളാണ്. കൂട് നിർമ്മിക്കുന്നത് പെൺതേനീച്ചകളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു വളരെ കൃത്യമായ നിലക്ക് തന്നെ ഈ യാഥാർത്ഥ്യം. അടുത്ത കാലഘട്ടത്തിൽ മാത്രം ശാസ്ത്രം കണ്ടെത്തിയ ഈ പരമസത്യം അത്ഭുതകരമായ നിലക്ക് വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ കൃത്യമായ നിലക്ക് വിശദീകരിച്ചു തരുന്നത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. ഇതാണ് അത്ഭുതം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഔഹാ റബ്ബുക, നിന്റെ രക്ഷിതാവ് ബോധനം നൽകിയിരിക്കുന്നു ഇലൻ നഹ്ലി, തേനീച്ചക്ക്. തേനീച്ച ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തേനീച്ചയുടെ സ്രഷ്ടാവിന്റെ കൃത്യമായ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയുടെ കൂട്ടിലെ ആർക്കാണ് അല്ലാഹു ബോധനം നൽകിയത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ. ആ പ്രയോഗം ശ്രദ്ധിക്കണം. നമ്മൾ ആ പ്രയോഗം ശ്രദ്ധിക്കണം. എന്താ അല്ലാഹു പറഞ്ഞത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. പർവ്വതങ്ങളിലും അതേപോലെ മരങ്ങളിലും ജനങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന വസ്തുക്കളിലുമൊക്കെ തേനീച്ചേ നീ നിന്റെ കൂടുണ്ടാക്കിക്കൊള്ളണം. ആരോടാ പറഞ്ഞത്? അനിത്തഖിദി. അറബി ഭാഷയെ സംബന്ധിച്ച് അറിയുന്നവർക്കറിയാം, പെണ്ണിനോടാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, പെണ്ണാണ്, പെൺതേനീച്ചയാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. അത്ഭുതമല്ലേ? തുടർന്നു അല്ലാഹു പറയാണ്, എന്താ അല്ലാഹു പറഞ്ഞത്? തുമ്മ കുലീ മിൻ കുല്ലി തമറാത്ത്, എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. ഫസ്ലുകി സുബുല റബ്ബിക്, സൗകര്യപ്രദമായ നിനക്ക് നിന്റെ രക്ഷിതാവ് നിനക്ക് കാണിച്ചു തന്ന മാർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. ഫസ്ലുകി സുബുല റബ്ബിക ദുലുലാ, നിനക്ക് സൗകര്യമാകുന്ന നിനക്ക് നിന്റെ നാഥനാണ് നീ തേൻ ശേഖരിക്കുന്ന മാർഗവും നീ കൂടുണ്ടാക്കേണ്ട മാർഗവും നീ കൂട്ടിനകത്ത് ചെയ്യേണ്ട പ്രവൃത്തികളുമെല്ലാം ആ മാർഗങ്ങളെല്ലാം നിനക്ക് കാണിച്ചു തന്നത്. ആ മാർഗത്തിലൂടെ നീ പ്രവേശിക്ക്. എന്നിട്ട് അല്ലാഹു പറയുന്നു, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനു,
വൈവിധ്യങ്ങളായ നിറങ്ങളുള്ള തേന് ആ തേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു. അവിടെയും മിമ്പുത്തൂനിഹ, പെണ്ണിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ തേനിലെ ഫീഹി ശിഫാഉൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് ശമനമാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ. ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഈ വിഷയങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അത്ഭുതകരമായ കൃത്യത എവിടെ കാണാൻ കഴിയും നമുക്കിങ്ങനെ? ഈ അത്ഭുതകരമായ കൃത്യത വേറെവിടെ കാണാൻ സാധിക്കും നമുക്ക്? എപ്പോഴാണ് ഈ വചനങ്ങൾ അവതരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം അല്ലേ? തേനീച്ചയെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നത് എപ്പോഴാണ്? നമുക്കറിയാം, ശാസ്ത്ര വിഷയങ്ങളിൽ വിവരമുള്ള ആളുകൾക്കറിയാം, ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയാം, കൃത്യമായ പഠനങ്ങൾ നടക്കുന്നത് അങ്ങനെയല്ലേ? എന്നിട്ടും ഇത് പ്രവാചകന്റെ മുഹമ്മദ് നബിയുടെ രചനയാണെന്ന് പറയാൻ കഴിയുമോ? ഈ വെല്ലുവിളി ലോകത്തിന്റെ മുമ്പ് നടക്കുകയാണ്. ഈ വെല്ലുവിളി ലോകം ഏറ്റെടുക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. എത്രയോ അത്ഭുത കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ നിലക്ക് പരാമർശിക്കുന്നത് കാണാം. എന്തിനേറെ, സൂര്യനും ചന്ദ്രനെയും അതേപോലെ തന്നെ തേനീച്ചയെയും ഒക്കെ നമുക്ക് വിടാം. നമ്മുടെ സ്വന്തം ശരീരത്തെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് ഒരു ശാസ്ത്രീയമായ വിഷയമാണല്ലോ അത്. നമ്മളൊക്കെ നമ്മുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ വ്യത്യസ്തങ്ങളായ പരിണാമ ദശകൾ പിന്നിട്ടുകൊണ്ടാണല്ലോ ഈ ലോകത്തേക്ക് പിറന്നു വീണത്. നമ്മൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഗർഭസ്ഥ ശിശുവിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ ലോകത്ത് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ പഠനങ്ങളൊക്കെ ശാസ്ത്രീയ ലോകം ശാസ്ത്രത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ നടന്ന ശാസ്ത്രീയമായ പഠന ഗവേഷണങ്ങൾ അതൊക്കെ പലപ്പോഴും മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമായിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റായ ഒരുപാട് അനുമാനങ്ങൾ ഈ വിഷയത്തിൽ നിലനിന്നിരുന്നു ലോകത്ത്. എന്നാൽ ഗർഭസ്ഥ ശിശുവിന്റെ പരിണാമഘട്ടങ്ങളെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഭ്രൂണത്തിന്റെ പരിണാമഘട്ടങ്ങളെ സംബന്ധിച്ച് മനുഷ്യന് പഠിക്കാൻ കഴിഞ്ഞത് എപ്പോഴാണ്? ഈ വിഷയത്തിലുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയപ്പോഴാണ്. മൈക്രോസ്കോപ്പ് കണ്ടെത്തിയതോടുകൂടെയാണ് ഒരു ഭ്രൂണത്തിന്റെ വൈവിധ്യങ്ങളാർന്ന പരിണാമഘട്ടങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ലോകത്തോട് പറയാൻ ശാസ്ത്രത്തിന് സാധ്യമായത്. അതിനു മുമ്പ് ഭ്രൂണശാസ്ത്രത്തിന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണകളായിരുന്നു. ഭ്രൂണശാസ്ത്രത്തിന്റെ വിഷയത്തിൽ അബദ്ധമായ ധാരണകളായിരുന്നു. പ്രത്യേകിച്ച് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഭ്രൂണശാസ്ത്രത്തിന്റെ വിഷയത്തിൽ യാതൊരു നിലക്കുള്ള പഠനങ്ങളും നടന്നിട്ടില്ല. പഠനങ്ങൾ നടക്കാനുള്ള അതിനുള്ള ഭൗതികമായ സംവിധാനങ്ങളുമില്ലാത്ത കാലഘട്ടത്തിൽ, എന്നാൽ അത്ഭുതമെന്ന് നമുക്ക് പറയാം, അത്ഭുതങ്ങളുടെ അത്ഭുതമെന്ന് പറയാം, ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനെ അവതരിപ്പിച്ചു കൊടുത്ത വചനങ്ങളിൽ ഭ്രൂണശാസ്ത്രത്തിന്റെ ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണത്തിന്റെ വൈവിധ്യങ്ങളാർന്ന പരിണാമഘട്ടങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ഖുർആൻ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം, ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിന്റെ 13-14 വചനങ്ങൾ അത്ഭുതകരമാണ്. ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. എത്ര ചിന്തിച്ചാലും മതി വരാത്ത, എത്ര തന്നെ പഠനങ്ങൾ നടത്തിയാലും അവസാനിപ്പിക്കാൻ കഴിയാത്ത വശ്യസുന്ദരമായ ശൈലിയിൽ മലിക്കുൽ ജബ്ബാറായ നമ്മുടെ നാഥനായ
ഈ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് പറയുകയാണ്, ഒരു മാതാവിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിന്റെ വൈവിധ്യങ്ങളാർന്ന പരിണാമഘട്ടങ്ങളെ സംബന്ധിച്ച് പറയുന്നു. പിന്നീട് നാം ആ മനുഷ്യനെ ഒരു ബീജഗണമാക്കിയിരിക്കുന്നു. എവിടെ? ഫീ ഖറാറിൻ മകീൻ, ഭദ്രമായ ഒരു സ്ഥാനത്ത്. മാതാവിന്റെ ഗർഭാശയത്തെ സംബന്ധിച്ച് പറയുകയാണ്. എന്നിട്ട് ആ ഗർഭാശയത്തിൽ നടക്കുന്ന വൈവിധ്യങ്ങളാർന്ന ഘട്ടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി ആ നിലക്ക് ഭ്രൂണമാക്കി മാറ്റുകയാണ്, അതല്ലെങ്കിൽ രൂപപ്പെടുത്തുകയാണ്. ആ ബീജത്തെ ഭ്രൂണമാക്കി രൂപപ്പെടുത്തി. എന്നിട്ട് ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമാക്കി. എന്നിട്ട് ആ മാംസപിണ്ഡത്തെ നാം അസ്ഥികൂടമാക്കി. ആ അസ്ഥികൂടത്തിന് നാം മാംസം പൊതിയുകയും ചെയ്തു. പിന്നീട് അതിനെ മറ്റൊരു സൃഷ്ടിയാക്കി നാം മാറ്റുകയാണ്. സൃഷ്ടാക്കളിൽ ഉന്നതനായ അത്യുത്തമനായ റബ്ബ്, അവൻ എത്ര അനുഗ്രഹീതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ആയത്തുകളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്ക്. ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് വളരാൻ തുടങ്ങുന്ന ഘട്ടത്തെ സംബന്ധിച്ച് ഖുർആൻ ആദ്യം പ്രയോഗിച്ചത് എന്താണ്? അലഖത്ത് എന്നാണ്. എന്താ അലഖത്ത് എന്ന് പറഞ്ഞാല്? അറബി ഭാഷയിൽ അതിന് രണ്ടർത്ഥമാണുള്ളത്. രണ്ടർത്ഥം. ഒന്ന്, അതിന്റെ ശരിയായ അർത്ഥം അലഖത്ത് എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ്. അതിന് അറബി ഡിക്ഷണറികൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വെള്ളത്തിലൊക്കെ സാധാരണ കാണപ്പെടുന്ന ജീവി മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ അള്ളിപ്പിടിച്ച് രക്തം ഊറ്റിക്കുടിക്കുന്ന ജീവിക്ക് അലഖത്ത് എന്ന് പറയും. അതേപോലെ തന്നെ ആ പദത്തിന്റെ മറ്റൊരർത്ഥമാണ് രക്തപിണ്ഡം എന്നും ആ പദത്തിനർത്ഥമുണ്ട്. ഈ രണ്ട് അർത്ഥങ്ങളും ആ രണ്ടർത്ഥങ്ങളും പരിപൂർണമായ നിലക്ക് മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന്റെ ആരംഭത്തിൽ അതിനെടുത്ത് പരിശോധിച്ചാൽ, നിങ്ങൾ ഗൂഗിൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അട്ടയെപ്പോലെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആഹാരം സ്വീകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന അതിന്റെ ആകൃതിയും അതിന്റെ പ്രവർത്തനവും അതിന്റെ രൂപവും ഒക്കെ ആ ജീവിയോട് സാദൃശ്യപ്പെട്ടിരിക്കുന്നു. അത്ഭുതം. ഇനിയോ മാത്രമല്ല, അതൊരു പൂർണ്ണമായ രക്തപിണ്ഡമാണ്. അല്ലേ? ഈ രംഗത്ത് പഠനം നടത്തിയ ശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നു, ചലനമില്ലാത്ത ബ്ലഡ്, ചലിക്കാത്ത ബ്ലഡ്, ഒരു രക്തത്തിന്റെ ഒരു പിണ്ഡം, രക്തത്തിന്റെ ഒരു കഷ്ണം പൂർണ്ണാർത്ഥത്തിൽ. അങ്ങനെ അത് വളർന്നു കുറച്ചു മാറ്റങ്ങൾ സംഭവിക്കുമ്പോ മുദഗത്തായി മാറുന്നു. മുദഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മുദഗത്ത് എന്ന് പറഞ്ഞാൽ? ഒരു മാംസ കഷ്ണം നമ്മുടെ വായിലിട്ട് നമ്മൾ ചവച്ചു കഴിഞ്ഞാൽ ആ മാംസ കഷ്ണത്തിൽ നമ്മുടെ പല്ലിന്റെ പാടുകൾ ഉണ്ടാകില്ലേ? അതുപോലെയുള്ള ഒരു മാംസ കഷ്ണത്തിന് ആ നിലക്കുള്ള പല്ലുകളുള്ള പാടുകൾ പോലെയുള്ള പല്ലുകളുടെ പാടുകൾ പോലെയുള്ള ഒരു മാംസത്തിന്റെ കഷ്ണത്തിനാണ് മുദഗത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കുഞ്ഞിന്റെ പരിണാമദശയിൽ ആ ഭാഗമെടുത്ത് ഗൂഗിളിലോ അതല്ലെങ്കിൽ മറ്റോ എടുത്ത് പരിശോധിച്ചു നോക്കൂ. പല്ലിന്റെ അടയാളങ്ങൾ ഉള്ളതുപോലെ ആ മാംസപിണ്ഡത്തെ കാണാം. ഖുർആനിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. എന്നിട്ടോ പിന്നീട് ആ മാംസപിണ്ഡം എന്തായി തീരുന്നു? അസ്ഥികൂടമായി മാറുന്നു. പിന്നീട് ആ അസ്ഥികൂടങ്ങൾക്ക് മാംസം പതിയുന്നു. പിന്നീട് അതൊരു ശിശുവായി ലോകത്തേക്ക് വരുന്നു. നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തെ, അവന്റെ ജന്മത്തെ, അതേപോലെ തന്നെ ഈ നിലക്കുള്ള ശാസ്ത്രീയമായ വിഷയങ്ങളെ അത്ഭുതകരമായ നിലക്ക് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇനി നമുക്ക് പറയാനാകുമോ ഇതൊരു മനുഷ്യന്റെ രചനയാണെന്ന്? നിങ്ങൾ നോക്കൂ, ഒരു സംവിധാനവുമില്ലല്ലോ ഒരു കുഞ്ഞിന്റെ പരിണാമങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ. ആ കാലഘട്ടത്തിൽ ഒരു സംവിധാനവുമില്ല. അന്നത്തെ ധാരണകളാകട്ടെ തീർച്ചയായും ഈ വിഷയത്തിൽ അനുമാനങ്ങൾ മാത്രമായിരുന്നു. ആ അനുമാനങ്ങൾ വെച്ച്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രചിച്ചതായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ ആ അനുമാനങ്ങളുടെ അബദ്ധ അനുമാനങ്ങൾ ഈ ആയത്തുകളിൽ ന്യായീകരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തെ സംബന്ധിച്ച് അത്ഭുതകരമായ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് വളരെ തെറ്റായ ധാരണകളായിരുന്നല്ലോ മുമ്പ് ശാസ്ത്ര ലോകത്ത് തന്നെ നിലനിന്നിരുന്നത്. ഈ പ്രപഞ്ചത്തെ, ഈ പ്രാപഞ്ചിക സങ്കല്പങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടായത് എപ്പോഴാണ്? ഗലീലിയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതോടെയാണ് വാന നിരീക്ഷണ രംഗത്ത് ഒരു പുതിയ കാൽവെപ്പുണ്ടായത്. അതിനു മുമ്പ് ആകാശലോകത്തെ സംബന്ധിച്ച് തെറ്റായ ധാരണകളായിരുന്നു, തെറ്റായ അനുമാനങ്ങളായിരുന്നു. എന്നാൽ കൃത്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാന നിരീക്ഷണം ആരംഭിച്ചത് മുതൽ ശാസ്ത്രം ഈ വിഷയത്തിൽ പുതിയ പുതിയ വിവരങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു. നോക്കൂ നിങ്ങൾ, ശാസ്ത്രീയമായ വിഷയങ്ങൾ ഈ വിഷയത്തിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാം, ശാസ്ത്രം പറയുന്നു ഈ മഹാപ്രപഞ്ചത്തിലെ ഗാലക്സികൾ അത് വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം അത് അടുത്തതായിരുന്നു, പിന്നീട് അതിങ്ങനെ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം അതെല്ലാം ഒരൊറ്റ പിണ്ഡമായിരുന്നു, പിന്നീട് അത് വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രപഞ്ച വികസന സിദ്ധാന്തം നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വ ഇന്നാ ലമൂസിഊൻ. ആകാശത്തെ നാമാണ് സൃഷ്ടിച്ചത്, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ ദാരിയാത്തിലെ വചനമാണ്. നോക്കൂ നിങ്ങൾ, പ്രപഞ്ച വികസന സിദ്ധാന്തം വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുകയാണ്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചം ആദ്യം ഒരൊറ്റ പിണ്ഡമായിരുന്നു, പിന്നീട് ഒരു വലിയ സ്ഫോടനം നടന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം വികസിച്ച് ഈ നിലക്കുണ്ടായത്. സൗരയുധവും ഗാലക്സികളും ഒക്കെ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ആയത് വലിയൊരു സ്ഫോടനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് ശാസ്ത്രം പറയുമ്പോൾ അതിലേക്കും വിശുദ്ധ ഖുർആൻ അതിൽ കൃത്യമായ സൂചനകൾ നൽകുന്നത്, അതല്ലെങ്കിൽ വിശദീകരണം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ ശാസ്ത്രീയമായ നമ്മുടെ മുമ്പിലുള്ള വളരെ ശക്തമായ ഒരു മാനദണ്ഡമാണല്ലോ ശാസ്ത്രം. ആ ശാസ്ത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാലും വിശുദ്ധ ഖുർആനിന്റെ ദൈവികത വളരെ കൃത്യമായ നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് കോണിലൂടെ ഖുർആനിനെ പഠനം നടത്തിയാലും, ഏത് കോണിലൂടെ വിശുദ്ധ ഖുർആനിന്റെ ദൈവികത നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും, സഹോദരങ്ങളെ, സത്യാന്വേഷിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ സത്യം അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ആ സത്യത്തിലേക്ക് അയാൾ എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മുൻധാരണകൾ മാറ്റിവെക്കുക. സഹോദരങ്ങളെ, ധാർമ്മികമായ വിഷയത്തിൽ കുറ്റമറ്റ ഒരു ധാർമ്മിക പദ്ധതിയാണ് മനുഷ്യന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. കുറ്റമറ്റ ധാർമ്മിക പദ്ധതി ഖുർആൻ ധർമ്മമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് സഹോദരങ്ങളെ മനുഷ്യന്റെ രണ്ട് ലോകത്തുമുള്ള നന്മക്ക് അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ധാർമ്മികമായ വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക പദ്ധതി, അതിൽ വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധ്യമല്ല, വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, വ്യഭിചാരം അത് പാപമാണോ? വ്യഭിചാരം തിന്മയാണോ? അതല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ അപകടമെന്ത്? വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥമാകുന്ന അന്തിമ വേദഗ്രന്ഥങ്ങളിൽ അന്തിമ വേദഗ്രന്ഥമായ ഖുർആൻ മുമ്പിൽ വെച്ച് പരിശോധിച്ചാൽ കൃത്യമായ ആ വിഷയത്തിലുള്ള കൃത്യമായ ഒരു മാർഗദർശനം നമുക്ക് കിട്ടും. അതേ, വ്യഭിചാരം ഖുർആൻ പറഞ്ഞു, വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്, വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത്, പ്രവർത്തിക്കരുത് എന്നല്ല പറഞ്ഞത്, ആ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തികൾ പോലും ചെയ്യാൻ പാടില്ല. മദ്യത്തിന്റെ വിഷയത്തിൽ എന്ത് മാർഗദർശനമാണ് നൽകാനുള്ളത്?
വളരെ കൃത്യമായ മാർഗദർശനം. മദ്യം പൈശാചികമാണ്, അത് മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കും, അത് പൈശാചികമാണ്, അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, കൃത്യമായ ഒരു മാർഗദർശനം നമുക്ക് ലഭ്യമാകുകയില്ല. കുറ്റമറ്റ ഒരു ധാർമ്മിക പദ്ധതി അവതരിപ്പിക്കുന്നതിൽ പല വേദഗ്രന്ഥങ്ങളും പരാജയപ്പെടുകയാണ്. ബൈബിൾ മുമ്പിൽ വെച്ചുകൊണ്ട് മദ്യത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു മാർഗദർശനം നമുക്ക് കിട്ടില്ല. കാരണം ഈ ലോകത്തേക്ക് നന്മ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിതരായ പ്രവാചകന്മാര് തന്നെ മദ്യമുണ്ടാക്കി എന്ന് ബൈബിളിന്റെ വരികളിൽ, ബൈബിളിന്റെ വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വ്യഭിചാരം പാപമാണോ? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കുറ്റമറ്റൊരു ധാർമ്മിക നിർദ്ദേശം നമുക്ക് ലഭ്യമാകുകയില്ല. പ്രവാചകന്മാര് തന്നെ വ്യഭിചരിച്ച കഥകൾ ബൈബിളിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇവിടെയാണ് വേദഗ്രന്ഥങ്ങളുടെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ അത്ഭുതകരമായി ലോകത്തിന്റെ മുമ്പിൽ അതിന്റെ വെല്ലുവിളിയുമായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് നമ്മുടെ മുൻവിധികൾ മാറ്റിവെക്കണം. നമ്മൾ സഹോദരങ്ങളെ നിഷ്പക്ഷമായി ഈ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് പഠിക്കണം. വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ പ്രമേയം എന്താണ്? ശാസ്ത്രീയമായ വിഷയങ്ങളിലുള്ള ഏതെങ്കിലും പ്രമേയങ്ങളാണോ? അതല്ലെങ്കിൽ ചരിത്രപരമായ മനുഷ്യൻ പഠിക്കേണ്ട ആവശ്യകതയിലേക്ക് നിർദ്ദേശം നൽകുന്ന പ്രമേയങ്ങളാണോ? അതല്ല. അതൊക്കെ ഈ വേദഗ്രന്ഥത്തിന്റെ ദൈവീകത മനസ്സിലാക്കാൻ മനുഷ്യന് പഠനവിധേയമാക്കാം. എന്നാൽ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ പ്രമേയം മരണാനന്തര ജീവിതമാണ്. മരണാനന്തര ജീവിതമാണ്. മനുഷ്യന്റെ മരണശേഷം മറ്റൊരു ജീവിതമുണ്ട്. മരണാനന്തരം മറ്റൊരു ലോകം വരാനുണ്ട്. അവിടെ മനുഷ്യൻ ചെയ്ത നന്മകൾക്ക് കൃത്യമായ പ്രതിഫലവും അവൻ ചെയ്ത തിന്മകൾക്ക് കൃത്യമായ ശിക്ഷയും ലഭിക്കപ്പെടുന്ന, വളരെ കൃത്യമായ നീതി നടപ്പിൽ വരുത്തുന്ന ഒരു ലോകം വരാനിരിക്കുന്നുണ്ട്. ആ ലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ ലോകത്തെ രക്ഷപ്പെടാൻ വേണ്ടി, ആ ലോകത്ത് അവിടെ മോചനം ലഭിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി മനുഷ്യൻ ജീവിക്കുന്ന ഈ ഭൗതിക ലോകം, ആ ഭൗതിക ലോകത്ത് ശാന്തിയും സമാധാനവും അവന്റെ ജീവിതത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഖുർആൻ നൽകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലോകത്തും അയാൾക്ക് സമാധാനമാണ്, രണ്ട് ലോകത്തും അയാൾക്ക് ശാന്തിയാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായ ജീവിതം മരണാനന്തര ജീവിതമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ വായിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം. വായിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായി? മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് 40ാമത്തെ വയസ്സ് പൂർണ്ണമായപ്പോൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് പൂർണ്ണമായപ്പോൾ ജിബ്രീൽ എന്ന മാലാഖയിലൂടെ അവതരിപ്പിച്ചു തുടങ്ങിയ ഈ വേദഗ്രന്ഥത്തിന്റെ വചനങ്ങൾ നീണ്ട 23 വർഷക്കാലം കൊണ്ട് വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ അവതരിച്ചു പൂർണ്ണമായി. പല സന്ദർഭങ്ങളിലൂടെ അവതരിച്ചു. ചിലപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയായി, ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. അങ്ങനെ ഓരോ അവസരോചിതമായി ഖുർആൻ 23 വർഷങ്ങൾ കൊണ്ട് അതിന്റെ അവതരണം പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. സഹോദരങ്ങളെ, അത്ഭുതമാണ്. അതിന്റെ അവതരണം പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ ഏതൊരു ജനതയെയാണോ ഖുർആൻ പ്രതിനിധാനം ചെയ്തത്, ആ ജനത ലോകത്ത് നിലവിൽ വരികയായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ള ജനങ്ങൾ എങ്ങനെയുള്ള ജനങ്ങളായിരുന്നു, എങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു? തികച്ചും ഇരുൾ മുറ്റിയ കാലഘട്ടം. പ്രകാശകിരണങ്ങൾ തീരെ എവിടെയും കാണാത്ത ഇരുണ്ട ഒരു കാലഘട്ടത്തിലാണ് ഖുർആൻ അവതരിച്ചത്. എല്ലാ രംഗത്തും അന്ധകാരങ്ങളാണ്. വിശ്വാസം മലിനമാണ്, ആചാരം മലിനമാണ്, സ്വഭാവം മലിനമാണ്. നോക്കൂ നിങ്ങൾ, 100 കൂട്ടം കാര്യങ്ങൾക്ക് 100,000 ദൈവങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ ലോകത്തേക്ക് ഏകനായ സൃഷ്ടാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി നിയോഗിതരായ പ്രവാചകന്മാരെ പോലും ആരാധനാമൂർത്തികളായി സ്വീകരിച്ച ഒരു കാലഘട്ടം. എത്രമാത്രം
ഇരുളായിരുന്നു അവിടെ നിലനിന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തുപോലും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച ഒരു കാലഘട്ടം. എല്ലാ നിലക്കും അന്ധകാരം. ഖുർആൻ അവരെ സംബന്ധിച്ചു പറഞ്ഞത്, ചുരുങ്ങിയ ഭാഷയിൽ ഖുർആൻ അവരെ സംബന്ധിച്ചു പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുൻപ് അവര് വളരെ വ്യക്തമായ നിലക്ക് വഴിപിഴവിൽ തന്നെയായിരുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വഴിപിഴച്ചു പോയ ഒരു ജനതയായിരുന്നു. അവരെയാണ് ഖുർആൻ ലോകത്ത് ജേതാക്കളാക്കി മാറ്റിയത്, നേതാക്കളാക്കി മാറ്റിയത്. എങ്ങനെയാ സംഭവിച്ചത്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ മാജിക് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. പിന്നെയോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താ ചെയ്തത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ, ആരാണ് അല്ലാഹ്, ആരാണവൻ? ബഅസ ഫിൽ ഉമ്മീൻ, അക്ഷരജ്ഞാനമില്ലാത്ത നിരക്ഷരരായ ആ ജനതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ. എന്തിനാ നിയോഗിച്ചത്? യത്ലു അലൈഹിം ആയാതിഹി, അവന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കാൻ വേണ്ടി. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവരെ നന്നാക്കാൻ, അവരെ സംസ്കരിക്കാൻ. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും വിജ്ഞാനവും അവരെ പഠിപ്പിക്കാൻ. ഈ പഠനം നടക്കുന്നതിന് മുൻപ്, ഈ അറിവ് കിട്ടുന്നതിന് മുൻപ് അവര് വ്യക്തമായ വഴികേടിലായിരുന്നു. ഖുർആനിന്റെ വചനങ്ങളെ കൊണ്ട് അവരെ നന്നാക്കി. അല്ലേ? നിസാര കാരണങ്ങൾ കൊണ്ട്, നിസാര കാരണങ്ങൾക്ക് വേണ്ടി പോരടിച്ചിരുന്ന ഒരു ജനത. അല്ലേ? ഔസ് ഖസറജ് ഗോത്രങ്ങൾ, രണ്ട് അറബി ഗോത്രങ്ങളായിരുന്നു. അവരുടെ പോരാട്ട ചരിത്രം പറയാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരും. അല്ലേ? അപ്പുറത്തുള്ളവന്റെ ഒട്ടകക്കുട്ടി ഇപ്പുറത്തുള്ളവന്റെ വെള്ളത്തടാകത്തിൽ നിന്നൊന്ന് വെള്ളം കുടിച്ചാൽ ആ പ്രശ്നത്തിന്റെ പേരിൽ നീണ്ടു നിൽക്കുന്ന ഒരുപാട് വർഷങ്ങളിൽ നീണ്ടു നിൽക്കുന്ന രക്തരൂക്ഷിത പോരാട്ടങ്ങളായിരുന്നു അവർക്കിടയിൽ നടന്നിരുന്നത്. അവരെയാണ് ഖുർആൻ കോർത്തിണക്കിയത്. അവരെയാണ് ഖുർആൻ ഒരു ചരടിലെ മാലമണികളെ പോലെ ഒന്നിപ്പിച്ചത്. അവരെയാണ് ഐക്യത്തിലേക്ക് നയിച്ചത്. ഖുർആൻ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ കോർത്തിണക്കി. ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീആ, നബിയേ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ കോർത്തിണക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുകയില്ല നബിയേ. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹകീം. പക്ഷേ അല്ലാഹുവാണ് അവരെ ഇണക്കിയത്. അല്ലാഹുവാണ് അവരെ ഹൃദയങ്ങളെ ഇണക്കിയത്. അതെങ്ങനെയാ ഇണക്കിയത്? അഗ്നികുണ്ഡത്തിലേക്ക്, നരകത്തിലേക്ക് ചാടാൻ വേണ്ടി കാത്തിരുന്നിരുന്ന വഴിപിഴച്ചു പോയ ആ ജനതയെ നിങ്ങൾ ലോകത്തിന്റെ നായകന്മാരാണെന്ന് പറയാൻ മാത്രം അവരെ നന്നാക്കിയത് ഈ ഗ്രന്ഥം വരുത്തിയ പരിവർത്തനമായിരുന്നു. ഏത് വേദഗ്രന്ഥത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും? ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പരിവർത്തനത്തിന്റെ ഉദാഹരണം പറയാനാകുമോ? സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്, ആലോചിക്കേണ്ട വിഷയമാണ്. നോക്കൂ നിങ്ങൾ, ആ നിലക്ക് അവരെ പരിവർത്തിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് ഉന്നതമായ ആദർശം സമ്മാനിച്ചത് ഈ ഗ്രന്ഥമാണ്. മനുഷ്യരെ, നിങ്ങൾ ഭാഷയുടെ പേരിൽ കലഹിക്കേണ്ടവരല്ല, നിങ്ങൾ ദേശത്തിന്റെ പേരിൽ കലഹിക്കേണ്ടവരല്ല, നിങ്ങൾ വർണ്ണത്തിന്റെ പേരിൽ കലഹിക്കേണ്ടവരല്ല, നിങ്ങൾ എന്തെങ്കിലും ഭൗതികമായ മാനദണ്ഡങ്ങളുടെ പേരിൽ കലഹിക്കേണ്ടവരല്ല. മറിച്ചു മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ഉന്നതമായ സാഹോദര്യത്തിന്റെ സന്ദേശം. നിങ്ങളെല്ലാവരും ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമാണ്.
അതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള വ്യത്യാസം കൽപ്പിക്കുന്നത് ഈ നിലക്ക് നിങ്ങൾ കാണുന്ന ഭൗതികമായ മാനദണ്ഡങ്ങളല്ല. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളുടെ ഗോത്രങ്ങളും കക്ഷികളും ഒക്കെ ആക്കി നാം മാറ്റിയിരിക്കുന്നത് എന്തിനാണ്? അതിന്റെ പേരിൽ കലഹിക്കാനല്ല, അതിന്റെ പേരിൽ അഹങ്കാരം നടിക്കാനല്ല. ലിതആറഫൂ, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ അഡ്രസ്സിന് വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ആദരിക്കപ്പെട്ടവൻ അല്ലാഹുവിന്റെ അടുക്കൽ സൂക്ഷ്മതയുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തുൽ ഹുജറാത്തിലൂടെ, ഉന്നതമായ മാനവിക സന്ദേശമാണ് ലോകത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ വെക്കുന്നത്. ഖുർആനിലെ ഏറ്റവും വലിയ പ്രമേയം ഞാൻ പറഞ്ഞല്ലോ, മരണാനന്തര ജീവിതമാണെന്ന്. ആ മരണാനന്തര ജീവിതത്തിൽ മനുഷ്യൻ രക്ഷപ്പെടുന്നത്, അതിന് മനുഷ്യന്റെ കയ്യിൽ ആദ്യമായി ഉണ്ടാകേണ്ട ആദർശം ഏതാണെന്ന് ഖുർആൻ പറഞ്ഞു. ആ ആദർശം മനുഷ്യൻ മനസ്സിലാക്കിയെങ്കിലേ മനുഷ്യൻ നന്നാകുകയുള്ളൂ. ഏതാണ് ആ ആദർശം? ഈ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥനെ അറിയാതെ മനുഷ്യൻ നന്നാകില്ല. അതുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയത് ആദ്യം ഈ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെയാണ്. നോക്കൂ, നിങ്ങൾ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്ന വചനങ്ങൾ, ജിബ്രീൽ എന്ന മാലാഖ 40 വയസ്സ് പൂർണ്ണമായപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി കൊണ്ടുവന്നു കൊടുക്കുന്ന അല്ലാഹുവിൽ നിന്ന് നൽകുന്ന സന്ദേശം എന്തായിരുന്നു? ഇഖ്റ, വായിക്കണം നബിയേ. വായിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള, വായനക്ക് കൽപ്പന നൽകിക്കൊണ്ടുള്ള ആദ്യ വചനങ്ങൾ. എന്ത് വായിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യൻ വായിച്ചു തള്ളുന്ന ചവറുകൾ എത്രയാണ്, മനുഷ്യൻ വായിക്കുന്ന കവിതകൾ എത്രേ, മനുഷ്യൻ വായിക്കുന്ന നോവലുകൾ എത്രേ, മനുഷ്യൻ വായിച്ചു തള്ളുന്ന കഥകൾ എത്രേ, മനുഷ്യൻ വായിക്കാൻ വേണ്ടി സമയം കളയുന്നത് എന്തിനൊക്കെയാണ്. എന്നാൽ മനുഷ്യ, നീ വായിക്കേണ്ടത് നിനക്ക് പ്രയോജനമുണ്ടാക്കുന്ന അറിവാണ്. ഏതറിവാണ്? ഏത് വായനയാണ് മനുഷ്യൻ വായിക്കേണ്ടത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിലാകണം മനുഷ്യ നിന്റെ വായന. പഠിക്കാൻ വേണ്ടി, വായിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം. അതേത് വായന? നിന്നെ സൃഷ്ടിച്ച നാഥനെ അറിയാൻ ഉപകരിക്കുന്ന വായനയാണ് നീ നടത്തേണ്ടത്. ആ വായനക്കിതാ മനുഷ്യ സമൂഹമേ നിങ്ങൾക്കൊരു ഉപഹാരമായി നിങ്ങളുടെ സൃഷ്ടാവ് സമ്മാനിക്കുന്നു. അതാണ് ഈ വേദഗ്രന്ഥം. ഈ ഗ്രന്ഥം വായിച്ചാൽ നിങ്ങളുടെ നാഥനെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് വായു തന്നവനെ നിങ്ങൾക്ക് തിരിച്ചറിയാം, നിങ്ങൾക്ക് വെള്ളം തന്നവനെ നിങ്ങൾക്ക് തിരിച്ചറിയാം, അവന്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം. അങ്ങനെ അവന് നിങ്ങൾക്ക് ജീവിതം സമർപ്പിക്കാൻ മനുഷ്യ സമൂഹമേ നിങ്ങൾക്കുള്ള ഉപഹാരമാണ് ഖുർആൻ. വായിക്കാനുള്ള ആഹ്വാനം ലോകത്തെ ഏത് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം? വായിക്കാനുള്ള, ഈ നിലക്കുള്ള പഠിക്കാനുള്ള പ്രഖ്യാപനവുമായി, പഠിക്കാനുള്ള കൽപ്പനയുമായി അവതരണം തുടങ്ങിയ ആയത്തുകൾ അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നറിയുമോ ജനങ്ങളെ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾ വായിക്കേണ്ടത് ഒരു ദിവസത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ വായനയാണ്. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ റബ്ബിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. അന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ മുൻകരുതലുകൾ നിങ്ങൾ ചെയ്തോ. ഖുർആൻ ആ നിലക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത, ഖുർആനിന്റെ സവിശേഷത. ഉന്നതമായ ആദർശത്തിലേക്ക് മാനവരാശിയെ കൈപിടിച്ചു കൊണ്ടുപോകുകയാണ് ഖുർആൻ. അതിൽ ഖുർആൻ പഠിക്കണം സഹോദരങ്ങളെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ സദസ്സിൽ അമുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ ശബ്ദം അമുസ്ലിം സഹോദരന്മാരെ പോലെങ്കിലും അവര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അവര് വിശുദ്ധ ഖുർആനിന്റെ മലയാള പരിഭാഷ ലഭ്യമാണല്ലോ, ഒരാവർത്തി ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലാകും ഖുർആനിന്റെ വശ്യസുന്ദരമായ, ആശയസമ്പുഷ്ടമായ, ആശയ ഗാംഭീര്യമുള്ള
ഉന്നതമായ ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ വചനങ്ങളിലൂടെ ഇട്ടുതരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ അവതരിച്ചു തുടങ്ങുന്ന സമയത്ത് ഖുർആനിന്റെ വശ്യസുന്ദരമായ ആ വചനങ്ങൾക്ക് മുമ്പിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള ബഹുദൈവാരാധികരായ അറബികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവര് ഖുർആൻ കേൾക്കാൻ തുടങ്ങി, ഇസ്ലാമിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. അപ്പോഴതാ ബഹുദൈവാരാധകരായ ആളുകൾ പറയാൻ തുടങ്ങി, അവര് പ്രമേയം പാസാക്കാൻ തുടങ്ങി. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. അവര് പറയാണ്, എന്താ പറഞ്ഞത്? സത്യനിഷേധികൾ പറയുന്നു, ലാ തസ്മഊ, നിങ്ങൾ കേൾക്കരുത്, ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അഥവാ നിങ്ങൾ കേട്ടു പോയാൽ തന്നെ വൽഗൗ ഫീഹി, നിങ്ങൾ ശബ്ദമുണ്ടാക്കണം, ശബ്ദം ഉയർത്തി ശബ്ദമുണ്ടാക്കണം നിങ്ങൾ. എന്നിട്ട് ഖുർആനിന്റെ ശബ്ദത്തെ പരാജയപ്പെടുത്തണം. എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. അതല്ല, ഖുർആൻ നിങ്ങൾ കേൾക്കാൻ ഒരുങ്ങിയാൽ, ഖുർആൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഒരുങ്ങിയാൽ നിങ്ങൾക്ക് അതിനെ അതിജയിക്കാനാകില്ലെന്ന് അതിന്റെ ശത്രുക്കൾക്കറിയാമായിരുന്നു. സഹോദരങ്ങളെ, മനസ്സിലാക്കണം, നമ്മൾ വിശുദ്ധ ഖുർആൻ ശരിയായ നിനക്ക് പഠനം നടന്നാൽ ലോകത്ത് നന്മയുണ്ടാകും. ലോകത്തുനിന്ന് മുസ്ലിമീങ്ങൾ തന്നെ ചെയ്യുന്ന പല പ്രവൃത്തികളും ഖുർആനാകുന്ന ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം അത് മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ വിശദീകരണമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, ഹദീസുകൾ, ഈ രണ്ട് പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്ത് മുസ്ലിമീങ്ങൾ എന്ന് ജീവിക്കാൻ ഒരുങ്ങിയോ, എന്ന് തയ്യാറാകുന്നുവോ, അന്ന് യഥാർത്ഥ ഇസ്ലാമിന്റെ മുഖം ലോകം തിരിച്ചറിയും. ഇത് നോക്കൂ നിങ്ങൾ, ലോകത്ത് തോന്നിവാസ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അതല്ലെങ്കിൽ ഇസ്ലാം അംഗീകരിക്കാത്ത പല പ്രവൃത്തികളും മുസ്ലിമീങ്ങൾ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഖുർആനിന്റെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. നോക്കൂ നിങ്ങൾ, നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടി പലരും ഓതുന്നത് ഖുർആനിന്റെ ആയത്തുകളാണ്. സങ്കടകരമാണ്. ലോകത്ത് തീവ്രവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി പലരും ഓതുന്നത് ഈ അനുഗ്രഹീതമായ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വചനങ്ങളാണ്. എന്നാൽ ഈ വേദഗ്രന്ഥത്തെ ശരിയായ നിലക്ക് പലരും മനസ്സിലാക്കിയിട്ടില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഖുർആനിന്റെ വിശദീകരണം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിശദീകരിച്ചു തന്നില്ലേ? വഅൻസൽനാ ഇലൈക ദിക്ർ ലിതുബയ്യിന ലിന്നാസ് വഅൻസൽനാ ഇലൈക ദിക്ർ. നബിയേ, നിങ്ങളിലേക്കാകുന്നു നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ്? ലിതുബയ്യിന ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഖുർആൻ എങ്ങനെയാണ്, അതിന്റെ ആയത്തുകൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നു. അത് മനസ്സിലാക്കിയ പ്രൈമറി ഓഡിയൻസ് ആയ സഹാബാക്കൾ അവരെങ്ങനെയാണോ ഖുർആൻ മനസ്സിലാക്കിയത്, ആ നിലക്കാണ് നമ്മളും ഖുർആൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണല്ലോ ഏതൊരു സദസ്സും. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന എന്റെ സംസാരം കേൾക്കുന്ന ആളുകളാണല്ലോ നിങ്ങളാണ് എന്റെ സംസാരത്തിന്റെ പ്രൈമറി ഓഡിയൻസ്. ഞാൻ എന്ത് സംസാരിച്ചു എന്ന് കൃത്യമായി അറിയുന്നവരാണ് നിങ്ങൾ. നിങ്ങളെക്കാൾ ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം കൂടുതൽ ഇത് കേൾക്കാത്തതിനപ്പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല. നിങ്ങൾ അവർക്ക് നൽകുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങളല്ലേ ഇതിന്റെ പ്രാഥമികമായ ശ്രോതാക്കൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ ആദ്യമായി കേട്ടത് അവിടുത്തെ അനുചരന്മാരാണ്. ഓരോ വചനങ്ങൾ അവതരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ. അങ്ങനെ അവർ സഹാബിമാര് ഖുർആൻ കൃത്യമായി മനസ്സിലാക്കി. ആ മഹാന്മാരായ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ ആ നിലയ്ക്ക് ഖുർആനിനെ ലോകത്ത് മനസ്സിലാക്കാൻ പറ്റൂ. അതല്ലാതെ ഒരു ഭാഷാ ഡിക്ഷണറി എടുത്തിട്ട് ഖുർആനിന്റെ പല പദങ്ങളും അറബി പദങ്ങളെ സംബന്ധിച്ച് അറിയുന്നവർക്കറിയാം. അറബി ഭാഷ എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ ഭാഷയാണ്. ഒരേ പദത്തിന് തന്നെ വൈവിധ്യങ്ങളായ അർത്ഥങ്ങളുണ്ട്. ഉദാഹരണം പറയട്ടെ, ലറബ എന്ന പദം അറബി ഭാഷയിലെ ഒരു പദമാണ്. ലറബ എന്ന് പറഞ്ഞാൽ സാധാരണ അടിച്ചു എന്നാണ് അതിന് അർത്ഥം പറയാറുള്ളത്. എന്നാൽ ലറബ എന്ന പദം തന്നെ പരിശോധിച്ചു നോക്കിയാൽ അതിന് 30-ലധികം അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
അങ്ങനെ ഒരാൾ ഡിക്ഷണറി എടുത്തിട്ട് ഖുർആനിൽ അല്ലാഹു ഇതാ ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഓരോരോ അർത്ഥങ്ങൾ ഡിക്ഷണറി അർത്ഥം വെച്ചാലോ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, തെറ്റായ ആശയങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ അത് ഒരുപക്ഷെ ഉപകരിച്ചേക്കാം. എന്നാൽ ഇത് ആദ്യം കേട്ട പ്രൈമറി ഓഡിയൻസ് ആ ആയത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്, ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ഖുർആൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹം ലോകത്ത് നിലവിൽ വരികയുള്ളൂ. ഇത് പല ആളുകളും തീവ്രവാദം പ്രചരിപ്പിക്കാൻ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതുന്നു. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, ഇസ്ലാം ശാന്തിയുടെ മതമാണ്. നോക്കൂ നിങ്ങൾ, അന്യായമായ നിലക്ക് ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവൻ അപഹരിച്ചതിന്റെ ശിക്ഷയാണ് ആ മനുഷ്യൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നതെന്ന് ഖുർആനാ പഠിപ്പിച്ചത്. പാവപ്പെട്ട ഒരു മനുഷ്യനെ അപകടത്തിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവനെയും രക്ഷപ്പെടുത്തിയതിന്റെ പ്രതിഫലമാണ് ആ മനുഷ്യന് കിട്ടുന്നത് എന്ന് പഠിപ്പിച്ച ഖുർആൻ. ആ ഖുർആനിന്റെ ആയത്തുകൾ ഉപയോഗിച്ചിട്ട് നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കാൻ, പാവപ്പെട്ട നിരാലംബരായ ആളുകൾക്കെതിരെ ഈ നിലക്കുള്ള ബോംബ് പ്രയോഗിക്കാൻ, അതല്ലെങ്കിൽ ഈ നിലക്കുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിക്കുന്ന ആളുകളോടും നമുക്ക് പറയാനുള്ളത് ഈ ഗ്രന്ഥത്തെ നിങ്ങൾ നല്ല നിലക്ക് പഠിക്കണം എന്നാണ്. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് പറയട്ടെ, ഞാൻ എന്റെ ഈ വിഷയം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയട്ടെ, സഹോദരങ്ങളെ, നമ്മൾ ഈ ഗ്രന്ഥത്തെ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഈ ഗ്രന്ഥത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ സന്ദേശം നമ്മുടെ മറ്റുള്ള സഹോദരങ്ങൾക്ക് സ്നേഹത്തോടുകൂടെ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്? കേവല പാരായണത്തിന് വേണ്ടി മാത്രമാണോ? നമ്മൾ ആലോചിക്കണ്ടേ, കേവല പാരായണത്തിന് വേണ്ടി മാത്രമാണോ? പാരായണം പ്രതിഫലമുള്ള കാര്യമാണ്, അതാദ്യം മനസ്സിലാക്കണം നമ്മൾ. ഖുർആനിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ 10 പ്രതിഫലമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചത്. അലിഫ് എന്ന് പറഞ്ഞാൽ നിയ്യത്തുണ്ടോ 10 കിട്ടും നിനക്ക്. അതുകൊണ്ട് ആ നിയ്യത്തോടുകൂടെ ഖുർആൻ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിമിന്റെ ജീവിതത്തിൽ ഖുർആൻ പാരായണം വേണം. ഇന്ന് ആധുനികമായ സംവിധാനങ്ങൾ വർദ്ധിച്ചപ്പോ പലർക്കും ഖുർആൻ ഓതാൻ സമയമില്ല. വാട്സപ്പ് നോക്കാനേ സമയമുള്ളൂ, ഫേസ്ബുക്ക് ഉപയോഗിക്കാനേ സമയമുള്ളൂ. സോഷ്യൽ മീഡിയകളിൽ ഈ നിലക്ക് സമയം കളയുന്ന മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓതാൻ നമുക്ക് ദിവസവും സമയമുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കേവലം പാരായണം മാത്രം പോലെ കേട്ടോ. അല്ലാഹു പറയുകയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിലൂടെ പറയുന്നു, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്തിനാ ഗ്രന്ഥം അവതരിപ്പിച്ചത്? ഖുർആൻ അവതരിപ്പിച്ചത് കിതാബുൻ, ഈ ഗ്രന്ഥം. അൻസൽനാഹു ഇലൈക, ഓ പ്രവാചകരെ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത മുബാറകുൻ, ഇത് അനുഗ്രഹീതമാണ്. അനുഗ്രഹീതമാണ് ഈ ഗ്രന്ഥം. പല നിലക്കും ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. പല നിലക്കും ബറക്കത്താണ് ഈ ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ. അത് മാനസികമായ രോഗങ്ങൾക്ക് ശമനമാണ്. നമ്മുടെ ഹൃദയത്തിൽ അസൂയയുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ താൻ പോരുമയുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ കിബറുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ശിർക്കുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നിഫാഖുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ദുഷിച്ച ചിന്തകളുണ്ടോ? ആ ഹൃദയത്തെ ചികിത്സിക്കാനുള്ള ഒരേ ഒരു മരുന്ന് അള്ളാഹുവിന്റെ വചനമായ ഖുർആനാണ്. ഹൃദയങ്ങൾക്ക് അത് ബറക്കത്താണ്. നമുക്ക് ശാരീരികമായ രോഗങ്ങളുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ ശാരീരികമായ രോഗങ്ങൾക്കും ശമനമാണ്. നമുക്ക് പ്രവാചകന്റെ മാതൃക കാണാം. എല്ലാ നിലക്കും ബറക്കത്താണ്. മാത്രമല്ല ലിയദ്ദബ്ബറൂ ആയാതിഹി, അതിന്റെ ആയത്തുകളെ സംബന്ധിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്. ഖുർആൻ അല്ലേ ചിന്തിക്കാൻ വേണ്ടി അവതരിപ്പിച്ചത് എന്നാണ് അല്ലാഹു പറയുന്നത്. സഹോദരങ്ങളെ, എങ്ങനെയാ ചിന്തിക്കുക? ഒരു സംഗതിയുടെ ആശയം നമുക്കറിയില്ല, നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും?
ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ ആശയങ്ങൾ അറിഞ്ഞെങ്കിലേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഖുർആൻ പഠിക്കാൻ, അവരെ ആ വിഷയത്തിലേക്ക് അവർക്ക് പ്രോത്സാഹനം നൽകാൻ ഇപ്പോൾ നമ്മൾ സംവിധാനിച്ച സംവിധാനമാണ് ഖുർആൻ പഠന കോഴ്സ്. നിങ്ങൾക്കറിയാം, അതിന്റെ സിലബസ് നിങ്ങളുടെ കൈകളിൽ, പലരുടെയും കൈകളിൽ ഉണ്ടാകാം. ഇല്ലാത്ത ആളുകളിലേക്ക് അതിന്റെ സിലബസ് നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഖുർആൻ പഠിക്കാനുള്ള നമ്മൾ തുടങ്ങി വെച്ച മഹനീയമായ ആ സംരംഭത്തിന്റെ 2ാം ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 2ാം ഘട്ടത്തിന്റെ സിലബസ് നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അതിന്റെ ചോദ്യപേപ്പറും നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഏത് 2-3 ദിവസങ്ങൾ കൊണ്ട് നമ്മളത് കളക്ട് ചെയ്യുകയാണ്. സാധാരണക്കാരിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കാനുള്ള, അവർക്ക് അതിനാവശ്യമായ നിലക്കുള്ള, അതിലേക്ക് അവരെ പിടിച്ചുകൊണ്ടുവരാനുള്ള ഒരു മാർഗമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ തദബ്ബുറോടുകൂടെയാണ് നമ്മൾ ഓതേണ്ടത്. സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, സഹോദര, 40 വയസ്സായവരുണ്ട് ഇവിടെ, 50 വയസ്സായവരുണ്ട് ഇവിടെ, അതേപോലെ തന്നെ 30 വയസ്സായവരുണ്ട് ഇവിടെ. അവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഇത്രയും കാലം എന്റെ റബ്ബിന്റെ വായു ശ്വസിച്ച്, എന്റെ റബ്ബ് എനിക്ക് തന്ന വെള്ളം ശ്വസിച്ച്, വെള്ളം കുടിച്ച്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെമ്പാടും ഞാൻ ആസ്വദിച്ച് ഇവിടെ ജീവിക്കുന്നല്ലോ. എന്റെ നാഥൻ എനിക്ക് നൽകിയ ഈ സന്ദേശമാകുന്ന ഖുർആൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഖുർആൻ ഞാൻ പഠിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ ആശയങ്ങൾ എനിക്ക് മനസ്സിലാകുമോ? ഒരു ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ നമസ്കരിക്കുമ്പോ നരകത്തെ സംബന്ധിച്ച്, നരകത്തിന്റെ ഭയാനകതകളെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾ ഓതുമ്പോ എന്റെ നെഞ്ചകത്ത് ബേജാറുണ്ടാകാറുണ്ടോ? സ്വർഗത്തെ സംബന്ധിച്ച്, അതിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്ന വാചകങ്ങൾ ഇമാം ഓതുന്ന സമയത്ത് എനിക്കത് ആസ്വദിക്കാൻ കഴിയാറുണ്ടോ? ചിന്തിക്കണം സഹോദര. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, നീ ഖുർആൻ ഓതുന്ന സമയത്ത് തദബ്ബുറോടുകൂടെയാണ് ഓതുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ ഉണ്ടാകും, ചില ലക്ഷണങ്ങൾ ഉണ്ടാകും. 2-3 ലക്ഷണങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താം. മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. വിശദമായ ഒരു വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അവര് പറയുന്നത്, 1ാമത്തെ ലക്ഷണം ഖുർആനിനെ സംബന്ധിച്ച് തദബ്ബുറോടുകൂടെ പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിനിൽ ഉണ്ടാകുന്ന 1ാമത്തെ ലക്ഷണം അൽ-ബുകാഉ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് ഖുർആനിന്റെ വചനങ്ങൾ ഓതുന്ന സമയത്ത് അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു അനുഭവം? അത് വല്ലാത്തൊരു അനുഭവമാണ്, അല്ലേ? നമ്മുടെ മക്കൾക്ക് രോഗം ബാധിച്ചപ്പോ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീണിട്ടുണ്ടാകും. നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് സഹിക്കാനാവാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീണിട്ടുണ്ടാകും. ഭൗതികമായ പല വിഷയങ്ങളിലും മനംതൊന്ന് വിഷമിച്ച് ആരാരും അറിയാതെ നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഈ പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു വചനം ഓതിയിട്ട് നാളെ ഞാൻ പോയി കിടക്കേണ്ട ഖബറും അതിനുശേഷം വരാനിരിക്കുന്ന വിചാരണയും പടച്ചവരെ ഓർത്തിട്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് എന്തെങ്കിലും മുറ്റി വീണിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇല്ലെങ്കിൽ നമ്മുടെ തദബ്ബുറിന് എന്തോ തകരാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. നോക്കൂ നിങ്ങൾ, ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 83-ാമത്തെ വചനം സഹാബാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറയാണ്. ഖുർആൻ റസൂലിൽ നിന്ന് കേട്ട സഹാബത്തിനെ സംബന്ധിച്ച് പറയുന്നു. അവര് ചിന്തിച്ചു, അവരാലോചിച്ചു, ഖുർആനിന്റെ ആശയങ്ങൾ അവരെ പിടിച്ചു കുലുക്കി. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. നോക്കൂ, അല്ലാഹു പറയുന്നത്, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅയുനഹും കഫീറു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖി യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. അവര് കേട്ടാൽ മാ ഉൻസില ഇലർ റസൂലി, റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അവര് കേട്ട് കഴിഞ്ഞാൽ തറാ, നിങ്ങൾക്ക് കാണാം, അഅയുനഹും, അവരുടെ കണ്ണുകളെ, തഫീദു മിനദ് ദംഇ, കണ്ണുനീരുകൾ ഉറ്റി വീഴുകയാണ്, മിമ്മാ അറഫൂ മിനൽ ഹഖി, അവര് മനസ്സിലാക്കിയ സത്യം, അവര് ഹഖ് മനസ്സിലാക്കിയതിനാൽ, യഖൂലൂന, അവരാ നേരം പറയുകയും ചെയ്യും, റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഫക്തുബ്നാ മഅശ് ശാഹിദീൻ,
സാക്ഷികളിൽ ഞങ്ങളെയും നീ രേഖപ്പെടുത്തണേ എന്ന് അവരാ നേരം പറയുമെന്ന് ഖുർആൻ. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തദബ്ബുറുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇനിയും ഒരു പടി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് ഈ ഖുർആൻ സമ്മേളനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. സഹാബത്ത് അങ്ങനെയാണ്. ഇദാ ഖറഅ അലൈഹി, സഹാബത്ത് ഖുർആൻ ഓതി കഴിഞ്ഞാൽ ഗലബഹുൽ ബുകാ, കരച്ചിലാണ് അവരെ അതിജയിക്കുന്നത്. ഖുർആൻ ഓതുമ്പോ അല്പമൊക്കെ ശക്തമായ മനസ്സിന്റെ ഉടമകളാണെങ്കിലും ഖുർആനിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല. നമുക്കറിയില്ലേ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചൊക്കെ ശക്തിയുള്ള മനസ്സിന്റെ ഉടമയാണ്. പക്ഷേ ഖുർആനിലെ ചില വചനങ്ങൾ കേൾക്കുന്ന നേരം മഹാനവറുകളും കരയുകയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം. അതാ ഒരിക്കൽ ഓതപ്പെടുന്നു, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പരലോകത്തൊരു ഭയാനകമായ അവസ്ഥയാണത്. എന്താണ്? ഖുർആനിലൊരു ചെറിയ അധ്യായം അല്ലേ, സൂറത്തുൽ ഗാശിയ ഓതിയിട്ടില്ലേ സഹോദരങ്ങളെ? വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കാറില്ലേ? ഇമാമിന്റെ പിന്നിൽ നിന്ന് നമ്മൾ കേൾക്കാറില്ലേ അത്? പക്ഷേ ആ വചനങ്ങൾ, ആ അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ കേൾക്കുമ്പോ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് പിടിച്ചു കുലുക്കിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ ബേജാറുണ്ടായിട്ടുണ്ടോ? ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഹൽ അതാക ഹദീസുൽ ഗാശിയ, മൂടിക്കളയുന്ന ഭയാനകമായ പരലോക ദിവസത്തിന്റെ വിവരം നബിയെ നിങ്ങൾക്ക് വന്നെത്തിയോ? എന്താ അന്നത്തെ അവസ്ഥ? അന്ന് ചില മുഖങ്ങൾ പേടിച്ചരണ്ടുകൊണ്ട് പരലോകത്ത് വന്ന് നിൽക്കുന്ന രംഗം ഖുർആൻ പറയാണ്. എങ്ങനെയാണ് ആ സാധുക്കൾ വരുന്നത്? അവരെ അധ്വാനിച്ച് ക്ഷീണിച്ചവരാണ്. ഈ ഭൗതിക ലോകത്ത് വെച്ച് അധ്വാനിച്ചിട്ടുണ്ട്, അവരെ അമല് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വർഗമല്ല കിട്ടുന്നത്. ചൂടേറിയ നരകത്തിൽ കടന്നെരിയുകയാണ്. ഖുർആൻ പഠിപ്പിച്ച നിലക്കുള്ള കർമ്മമല്ല, ഇസ്ലാം പഠിപ്പിച്ച നിലക്കുള്ള കർമ്മമല്ല. ഈ ആയത്തങ്ങ് കേൾക്കുന്ന സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉനാസുൻ യസ്തഗിലൂന വയഅമലൂൻ. അമൽ ചെയ്തല്ലേ ആ മനുഷ്യന്മാര് പരലോകത്ത് വന്നത്. വഹുവ യബ്കീ, എന്നിട്ട് മഹാനവരിൽ കരഞ്ഞു പോകുകയാണ്. ഇതാണ് ഖുർആൻ കേൾക്കുമ്പോ ഒരു മനസ്സിനും പിടിച്ചു നിൽക്കാൻ കഴിയൂല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല, കരയും. അവരുടെ മനസ്സ് ബേജാറാകും അല്ലേ? അതിന്റെ ആശയ ഗാംഭീര്യം അവരുടെ മനസ്സിനെ നെട്ടലുളവാക്കും. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, ഖുർആൻ ശരിയായ നിലക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ, ഓതുന്നുണ്ടെങ്കിൽ അൽ ബുകാഉ മിൻ ഖശിയത്തില്ലാ. രണ്ടാമത്തതോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ലക്ഷണം അവർ പറഞ്ഞത് എന്താ? സിയാദത്തുൽ ഈമാൻ. ഈമാൻ വർദ്ധിക്കും, വിശ്വാസത്തിൽ വർധനമുണ്ടാവും. സിയാദത്തുൽ ഖുശൂ, പേടിയുണ്ടാകും. വയസീദുഹും ഖുശൂഅ എന്ന് ഖുർആനിൽ 17-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അൽ ഫർഹു വൽ ഇസ്തിബ്ശാർ, മാത്രമല്ല സന്തോഷം ഉണ്ടാവും ചില വചനങ്ങൾ കേൾക്കുമ്പോ അല്ലേ? സ്വർഗത്തെ സംബന്ധിച്ച് സ്വർഗത്തിന്റെ ആനന്ദകരമായ അല്ലേ അവസ്ഥകൾ ഖുർആൻ വർണ്ണിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ മനസ്സിൽ ആശയുണ്ടാവും, അതേപോലെ തന്നെ സന്തോഷം ഉണ്ടാവും. അൽ കശ്അരീറത്തു ഖൗഫൻ മിനല്ലാഹ്, അല്ലാഹുവിനോടുള്ള, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം കൊണ്ട് അവർക്ക് രോമാഞ്ചമുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചിന്തിച്ചോതുന്ന സമയത്ത് സഹോദരങ്ങളെ, നമ്മളിൽ ഉണ്ടാകുന്ന അടയാളങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കണം, നമ്മൾ പഠിക്കണം. മുമ്പ് ഇവിടെ പ്രവാചകന്മാരിൽ പലരും ആവർത്തിച്ചു പറഞ്ഞ ഒരു പ്രവാചക വചനം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശ്രോതാക്കളെ, നമ്മൾ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗമാകണം. ഒന്നുകിൽ ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്നവനാകണം, അതല്ല പഠിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ലേ, ഞാൻ പഠിക്കുന്നവനാകണം. ഈ രണ്ട് വിഭാഗത്തിൽ ഒന്ന് നമ്മളാണെന്ന തീരുമാനവുമായി ഈ മഹത്തായ ഖുർആൻ സമ്മേളനം അവസാനിക്കുന്നതോടെ ഈ ഒരു തീരുമാനം സഹോദരങ്ങളെ നമ്മൾ
എടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വളരെ വിശദമായ പഠനങ്ങൾ നടക്കുന്ന അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി മാസം 11, 12, 13 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. അത് അറിഞ്ഞവരുണ്ടാകും. അതിന്റെ അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളുടെ ഓഡിയോ അതേപോലെ വീഡിയോ ഒക്കെ നമുക്ക് ദർശിക്കാനും കേൾക്കാനും ഒക്കെ കഴിയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പഠനങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നാട്ടിൽ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ആ മഹത്തായ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഖുർആനുമായി നമുക്ക് നിരന്തരം ബന്ധമുണ്ടാകണം. ഖുർആനുമായി നിരന്തരം ബന്ധമുണ്ടാകണം. ഖുർആനിന്റെ യഥാർത്ഥ അനുയായിയായി മാറണം നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങളെ ആ നിലക്കുള്ള ഒരു പ്രചോദനം ഈ സമ്മേളനത്തിലൂടെ നമുക്ക് ലഭിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനമായ ചില ചിന്തകളാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകിയത്. ഇനി കൂടുതൽ പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മഹത്തായ കർമ്മം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ചില ആളുകൾ ആ ഖുർആൻ കൊണ്ട് തന്നെ വഴിപിഴച്ചു പോകുകയും വേറെ ചില ആളുകൾ ആ ഖുർആൻ കൊണ്ട് തന്നെ നേരായ ഹിദായത്തിലെത്തുകയും ഉന്നതമായ മാർഗത്തിലെത്തുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെ ദാവീദ് മനസ്സിലാക്കി ഖുർആൻ മൂലം ഖുർആൻ പഠിച്ച് ഹിദായത്ത് നേടുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.